ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ 4ാമത്തെ 2020 മത്സരമാണ്. നമ്മുടെ ലോകകപ്പ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ അവസാന കുറച്ച് പരിശീലന മത്സരങ്ങൾ പോലത്തെ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ 2020 സ്ക്വാഡ് കറക്റ്റാണ്. നല്ലൊരു നമ്മൾ തന്നെയാണ് ഫേവറേറ്റ്സ്. നമ്മുടെ അയലത്ത് പോലും ബാക്കിയുള്ള ടീമുകളൊന്നും ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ഇൻ്റർനാഷണൽ ന്യൂസുകൾ വായിച്ചപ്പോൾ. ഈ ടീമിനകത്ത് തിലകവർമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. തിലകവർമ്മ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. കാര്യം ഒരു ടീമിൻ്റെ കറക്റ്റ് നമ്മളൊരു ബാലൻസിങ് പ്ലെയറാണ് തിലകവർമ്മ. ആവശ്യമുള്ള സമയത്ത് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനും സ്ട്രൈക്ക് റേറ്റ് ഉയർത്തേണ്ട സമയത്ത് അതൊക്കെ മാനേജ് ചെയ്യാനും സമീപകാലത്തായിട്ട് വളരെ റെസ്പോൺസിബിളായിട്ട് ഇന്ത്യൻ ടീമിനെ ഷോൾഡർ ചെയ്തിരിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് തിലകവർമ്മ. അപ്പോൾ പുള്ളി എത്രയും വേഗം തിരിച്ചു വരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ആൾക്കൊരു അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആൾ ഈ വാമപ്പ് മാച്ചിൽ വേൾഡ് കപ്പ് വാമപ്പ് മാച്ചിന് മുന്നേ എത്തും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ റിപ്പോർട്ട് വെച്ചിട്ട്. അപ്പോൾ വന്നില്ലെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. അത് തീർച്ചയായിട്ടും പ്രയാസമാണ്. ഇപ്പോൾ ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ ശുഭ്മാൻ ഗിൽ ഇവരൊക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗില്ലിപ്പോൾ റീസെൻ്റായിട്ട് ഫോം ഔട്ട് ആയതുകൊണ്ട് ഔട്ടായി. ബട്ട് ശ്രേയസ് നല്ലൊരു ഓപ്ഷനാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ ഇപ്പോൾ സഞ്ജു ഫോം അല്ല എങ്കിൽ പോലും സഞ്ജു ആ ഫ്ലോയിൽ ഉള്ളൊരു പ്ലെയറും കൂടിയാണ്. ആ ഒരു ഫ്ലോയിൽ സഞ്ജു ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് സഞ്ജു നിൽക്കുമ്പോൾ ശ്രേയസ് നല്ലൊരു പ്ലെയറാണ്, സഞ്ജുവിനേക്കാളും നല്ലൊരു പ്ലെയറാണ്. ബട്ട് ആ ഒരു ടീമിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിൽ ശ്രേയസിനേക്കാളും നല്ലത് സഞ്ജു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം സഞ്ജുവിൻ്റെ ഒരു ഫോം ഔട്ട് ഇന്ത്യൻ ടീം പരിശീലിച്ച് കഴിഞ്ഞു. അതായത് ഇന്ത്യൻ ടീം അതിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് സഞ്ജു ഫോം ആകുന്നോ ഫോം അല്ലാതെന്നൊരു വിഷയമല്ല. ബട്ട് സഞ്ജു അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം ഓക്കെയാണ്. ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലവിലുണ്ട്. ഒരു ആറ്റിറ്റ്യൂഡ് ഓൾറെഡി ബിൽഡായി കഴിഞ്ഞു ഈ ഒരു വേൾഡ് കപ്പിനുള്ളത്. അപ്പോൾ അതങ്ങനെ പോകട്ടെ. സഞ്ജു ഫോം ആവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഭയങ്കര അസറ്റ് തന്നെയാണ്. ഫോം ആവുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ബോണസ് എന്നും കൂടി പറയാം. അല്ലെങ്കിലും ഇന്ത്യ സഞ്ജുവിനെ വെച്ച് തന്നെ കളി ജയിക്കും എന്നുള്ളൊരു ഇതായിക്കഴിഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ കളിക്കാരും, എല്ലാ എക്സ് കളിക്കാരും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്ലെയറാണ് അഭിഷേക് ശർമ്മ. നിലവിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രക്റ്റീവ് 2020 ബാറ്റ്സ്മാനാണ്. അദ്ദേഹത്തിന് വൺഡേയിലും കൂടി ചാൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കാം. കാര്യം അത്യാവശ്യം ഇപ്പോൾ സൂര്യകുമാർ വണ്ടിയിൽ ചാൻസ് കൊടുത്ത അത്രയും ദുരന്തമായിരിക്കില്ല ഇയാൾ അഭിഷേക്. കാര്യം അഭിഷേകിൻ്റെ ഷോട്ട് സെലക്ഷനും അഭിഷേകിൻ്റെ ഫുട് വർക്കൊക്കെ കറക്റ്റാണ്. സൂര്യകുമാർ എന്ന് പറയുമ്പോൾ വൺഡേയിലൊന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ബാറ്റിംഗ് ശൈലിയുള്ള ആളല്ല. ബട്ട് അഭിഷേക് അങ്ങനെയല്ല. അഭിഷേക് തീർച്ചയായിട്ടും ഡ്രൈവ് ഷോട്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് ഫുട്ടൊക്കെ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അഭിഷേകിന് ഒത്തിരി വലിയ ചാൻസ് വൺഡേയിലും ക്രിക്കറ്റിൻ്റെ ബാക്കി മേഖലകളിലേക്കും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ വേൾഡ് കപ്പോടുകൂടി ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കും. അതോടുകൂടി അഭിഷേക് വീണ്ടും നമ്മുടെ വൺഡേയിലും ടെസ്റ്റിലൊക്കെ കൈ തെളിയിക്കാൻ സാധ്യതയുണ്ട്. തെളിയിക്കണം. കാര്യം ഇന്ത്യക്ക് ഒരു വലിയൊരു ബ്രാൻഡിനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എത്തട്ടെ. ഓക്കെ.